പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില സബ്ജക്റ്റുകളുടെ വൈവയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ പരീക്ഷ എഴുതിയിരുന്ന സമയത്ത് സെമസ്റ്റർ പരീക്ഷകളൊക്കെ എഴുതുകയും പിന്നീട് വൈവ ഡേറ്റ് വന്നപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ പോവുകയും പിന്നീട് ചാൻസ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിരുന്ന വിദ്യാർത്ഥികൾക്കാണ് വൈവ അറ്റൻഡ് ചെയ്യുന്നതിന് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈവയ്ക്ക് നേരത്തെ അപേക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇങ്ങനെ വൈവ അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള, ചാൻസ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ വൈവയ്ക്ക് വേണ്ടി പ്രത്യേകം വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഭാഗമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ വൈവ ഷെഡ്യൂൾ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റുകളുടേതുമായിട്ടില്ല, എങ്കിലും ചുരുക്കം ചില സബ്ജക്റ്റുകളുടെ വൈവയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന്, സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ MA എക്കണോമിക്സ് രജിസ്റ്റർ ചെയ്തിരുന്ന വിദ്യാർത്ഥികളുടേതാണ്. 2019 രജിസ്റ്റർ ചെയ്തിരുന്ന MA എക്കണോമിക്സുകാരുടെ 4th സെമസ്റ്ററിന് ശേഷമുള്ള വൈവയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂലൈ 19 തീയതിയാണ്. ജൂലൈ 19 തീയതി രാവിലെ 10 മണി മുതലാണ് വൈവ ആരംഭിക്കുക. കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചിട്ടാണ് വൈവ നടക്കുന്നത്. MA എക്കണോമിക്സ് 2019 അഡ്മിഷൻകാരുടെ MA എക്കണോമിക്സ് 4th സെമസ്റ്ററിന് ശേഷമുള്ള വൈവ അറ്റൻഡ് ചെയ്യാൻ നേരത്തെ കഴിയാതിരുന്ന ആളുകൾക്ക് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഭാഗമായിട്ടുള്ള വൈവ അറ്റൻഡ് ചെയ്യാം. വൈവ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഐഡൻറ്റിറ്റി കാർഡും അതോടൊപ്പം ഹോൾ ടിക്കറ്റും കൊണ്ടുപോകണം. മറ്റൊരു വൈവയുടെ ഷെഡ്യൂൾ വന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെയാണ്. 2019 അഡ്മിഷൻകാരുടെ 4th സെമസ്റ്ററിൻ്റെ വൈവ, 4th സെമസ്റ്ററിന് ശേഷമുള്ള വൈവ. 4th സെമസ്റ്ററിൻ്റെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വൈവ അറ്റൻഡ് ചെയ്യാം. MA പൊളിറ്റിക്കൽ സയൻസിൻ്റെ 4th സെമസ്റ്ററിന് ശേഷമുള്ള വൈവയുടെ തീയതി ജൂലൈ 18 തീയതിയാണ്. വൈവ പൊളിറ്റിക്കൽ സയൻസിൻ്റെ വൈവ നടക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പൊളിറ്റിക്സിൽ വെച്ചാണ്. രാവിലെ 10 മണിക്കാണ് ആരംഭിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹോൾ ടിക്കറ്റും ഐഡൻറ്റിറ്റി കാർഡുമായിട്ടാണ് പോവേണ്ടത്. മറ്റൊരു വൈവ പ്രഖ്യാപിച്ചിരിക്കുന്നത് MA സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെയാണ്. MA സംസ്കൃതം എടുത്തവരുടെ വൈവ ജൂലൈ 19 തീയതിയാണ് നടക്കുന്നത്. അത് പട്ടാമ്പിയിലെ ശ്രീ നീലകണ്ഠ ഗവൺമെൻറ് സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ചിട്ടാണ്. രാവിലെ 10 മണിക്കാണ്. ID കാർഡും ഹോൾ ടിക്കറ്റുമായിട്ട് വേണം പോവാൻ. മറ്റൊരു വൈവ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് BPharmൻ്റെയാണ്. BPharmകാരുടെ വൈവ ജൂലൈ 18, ജൂലൈ 19 തീയതികളിലായിട്ടാണ് നടക്കുന്നത്. കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ JDT കോളേജിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. രാവിലെ 10 മണിക്കാണ് വൈവ ആരംഭിക്കുക. നേരത്തെ സൂചിപ്പിച്ച പോലെ ID കാർഡും ഹോൾ ടിക്കറ്റുമായിട്ടാണ് വൈവക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. വൈവ അറ്റൻഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വൈവ സാധാരണഗതിയിൽ 4th സെമസ്റ്ററിന് ശേഷമാണ് വരുന്നത്. 4th സെമസ്റ്ററിന് ശേഷം വരുന്നതാണ് വൈവ എന്നതുകൊണ്ട് 4th സെമസ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമല്ല ഉണ്ടാവുക. 4th സെമസ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്ന പേപ്പറുകളെ ആസ്പദമാക്കിയല്ല ചോദ്യങ്ങൾ ഉണ്ടാവുക. വൈവ എന്നത് ഓറൽ ടെസ്റ്റാണ്. ഇതുവരെ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നത് റിട്ടൺ ടെസ്റ്റാണ്. വൈവ ഓറൽ ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് നിങ്ങൾ ഉത്തരം പറയുകയും വേണം. അതോടൊപ്പം നിങ്ങൾക്ക് ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ് എത്രമാത്രം ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് വൈവ നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വൈവ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ 1ാമത്തെ സെമസ്റ്റർ മുതൽ 4ാമത്തെ സെമസ്റ്റർ വരെയുള്ള പേപ്പറുകളെ സംബന്ധിച്ച് കൃത്യമായ ഒരു അറിവ്, ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വൈവ ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. എല്ലാ പേപ്പറുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏതെങ്കിലും പ്രധാനപ്പെട്ട ചുരുക്കം ചില പേപ്പറുകളിൽ നിന്ന് മാത്രമായി ചുരുങ്ങിയെന്ന് വരാം. അതേസമയം ചില വൈവകൾക്ക് ചില അധ്യാപകർ മറ്റെല്ലാ സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു എന്ന് വരാം. എങ്കിലും വ്യാപകമായി എല്ലാ സബ്ജക്റ്റുകളും 1ാമത്തെ സെമസ്റ്റർ മുതൽ 4ാമത്തെ സെമസ്റ്റർ വരെയുള്ള എല്ലാ പേപ്പറുകളിൽ നിന്നും ചോദ്യം ചോദിക്കുന്ന രീതിയൊന്നും നിലനിൽക്കുന്നില്ല. വിദ്യാർത്ഥികളോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റായിരുന്നു ഇഷ്ടപ്പെട്ടത്, ആ സബ്ജക്റ്റിൽ എന്താണ് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുകയും അത് പ്രസൻറ്റ് ചെയ്യാൻ പറയുകയും ചെയ്യുന്ന രീതി നിലനിൽക്കുന്നുണ്ട്. അപ്പം വൈവയെ സംബന്ധിച്ചിടത്തോളം 4ാമത്തെ സെമസ്റ്ററിലെ പേപ്പറുകൾ മാത്രം നോക്കിയിട്ട് വൈവ അറ്റൻഡ് ചെയ്യാൻ പോകരുത്. 1 മുതൽ 4 വരെയുള്ള സെമസ്റ്ററുകളിലെ പേപ്പറുകളെ സംബന്ധിച്ച് ഒരു ബേസിക് നോളജുമായിട്ടാണ് വൈവ അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടത്. വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണം, പറയാൻ സാധിക്കണം. ഓക്കെ, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പേപ്പറാണ് വൈവ എന്ന് പറയുന്നത്. മറ്റതൊക്കെ നമ്മൾ 3 മണിക്കൂർ നേരം എഴുതി ഉണ്ടാക്കി എടുക്കുന്നതാണല്ലോ. പക്ഷേ വൈവ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പരമാവധി മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അത് നിങ്ങളുടെ ഈ വൈവ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന PGയിൽ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ്, നിങ്ങൾ സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടാണല്ലോ PG ചെയ്യുന്നത്. ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്തുമാത്രം അറിവുണ്ട്, എത്രമാത്രം നിങ്ങൾ അതേക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് വൈവ. അപ്പം
വൈവ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകൾ അതനുസരിച്ച് എല്ലാ സബ്ജക്റ്റുകളെയും സംബന്ധിച്ചുള്ള ഒരു ബേസിക് നോളജ് ഉണ്ടാക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു അതിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. അപ്പോൾ അത് ഏതെങ്കിലും പേപ്പറിൽ പ്രത്യേകമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്കതും പ്രസൻറ്റ് ചെയ്യാനുള്ള സൗകര്യം വൈവയിലുണ്ടാവും. ഓക്കെ, അപ്പം വൈവ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല തയ്യാറെടുപ്പോടുകൂടി വൈവ അറ്റൻഡ് ചെയ്യുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ.